നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസ്. അത്ര പ്രൊഫഷണലൊന്നും ആയിരിക്കില്ല, എങ്കിലും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. ചോറ് പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാനും ഇഷ്ടമല്ല. പക്ഷേ ഈ ഫ്രൈഡ് റൈസിൽ ആണെങ്കിൽ അവർ ആ വെജിറ്റബിളൊക്കെ കഴിക്കും, അതകത്ത് ചെല്ലും എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അതിന് നമ്മളൊരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ചു. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നല്ലോണം ചൂടാകാനുണ്ട്. അപ്പോൾ എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 മുട്ട ഒഴിച്ച് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ. നമ്മളിതിൽ ഉപ്പ് ഇടേണ്ടതുണ്ട്. കുറച്ചുപ്പ്, പാകത്തിന് ഉപ്പിട്ടു. കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറുകയാണ്. മുട്ടയിന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് കൂടി ഓയിലൊഴിച്ച് ആദ്യം നമുക്ക് കുറച്ച് വെള്ളുള്ളി വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് സവാള അരിഞ്ഞത്. ഇത് കുറച്ചുകൂടി കട്ടിയായി അരിയാവുന്നതാണ്. ഇത് കുറച്ച് ചെറുതായിപ്പോയി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ബീൻസ്, ക്യാരറ്റ്, അത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഒരു പച്ച കളർ ഒന്നും മാറേണ്ടതില്ല. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം, കാബേജ്, എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർക്കാം. ഈ കളർ ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര അതിൽ ചേർക്കാം. എന്നിട്ട് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാട് വേവണ്ട. ഇളക്കി സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. കിട്ടും. അതിനുശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച്, ഇത് ബസ്മതി റൈസാണ്, വേവിച്ച് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ച അരിയാണിത്. അതിട്ട് നമുക്ക് ഇളക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ചോറ് ഒരുപാട് ഉടഞ്ഞു പോകരുത്. അതുപോലെ ഫ്ലെയിം എപ്പോഴും ഫുള്ളിലായിരിക്കണം. ഉപ്പുണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് വെള്ളമായിട്ട് തളിച്ച് ചേർക്കുന്നതിന് കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. ഈ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഫ്ലേവർ ഇതിന് വളരെ നല്ലതാണ്. പക്ഷേ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ട് അത് ചേർക്കുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കഴിക്കാൻ റെഡിയായി കഴിഞ്ഞു.